മധ്യപ്രദേശിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. ലിവ് ഇൻ റിലേഷൻഷിപ്പുകളുടെ രജിസ്ട്രേഷൻ, മുത്തലാഖ് കുറ്റകരമാകുന്നതും ബഹുഭാര്യത്വം നിരോധിക്കുന്നതടക്കമുള്ള നിർണായക ബില്ലിനോട് എതിർപ്പുമായി പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്തെത്തി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ കഴിയുന്നവർക്ക് 3 മാസം തടവ് ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. മുത്തലാഖും നിക്കാഹ് ഹലാലയും കുറ്റകരമാക്കും. ബഹുഭാര്യത്വം നിരോധിക്കും. ഏകീകൃത സിവിൽ നിയമത്തിൽ നിന്നും ഗോത്രവിഭാഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നടപടിയെ BJP സ്വാഗതം ചെയ്തു. ബില്ലിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണമെന്ന് BJP MP बेन शिलाल गौर പറഞ്ഞു. मैं माननीय मुख्यमंत्री डॉक्टर मोहन यादव जी को और मध्य प्रदेश के सभी हमारे कर्ता धर्ता नेतागणों को शुभकामनाएं देता हूं, धन्यवाद देता हूं कि उन्होंने समान नागरिक संहिता बिल मध्य प्रदेश में ला करके और इसको लागू करने का संकल्प किया है. निश्चित ही इसके आने से हमारे समाज में जो विभिन्न व्यवस्थाएं हैं वो व्यवस्थाएं एक जैसी दिखेगी और देश एकता के सूत्र में बंधेगा, ऐसा हम विश्वास करते हैं. इसमें आदिवासी वर्ग को अलग रखने का, इस कानून के दायरे से बाहर रखने का जो निर्णय किया गया है वो उनकी सामाजिक व्यवस्थाओं को दृष्टिगत रखते हुए किया गया है. इसके लिए भी हम माननीय मुख्यमंत्री जी को धन्यवाद देते हैं. അതേസമയം കോൺഗ്രസ് ബില്ലിനോട് കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ 50% ജനങ്ങൾക്കും ബിൽ എതിരാണെന്ന് കോൺഗ്രസ് MLA सिद्धार्थ कुशवाहा പറഞ്ഞു. 40 to 50% लोगों के खिलाफ ये बिल है. आप दलित बाहुल इलाकों में जाइए, वहाँ की सामाजिक व्यवस्था क्या है, वहाँ की रीतियाँ क्या है, वहाँ की परंपरा क्या है, उन परिवारों के भरण पोषण जीवन शैली क्या है, उसको आप जाके देखिए. उसके खिलाफ है ये बिल. यहाँ पे लोगों के त्यौहार अलग हैं, लोगों के जीवन शैली अलग है, जीने का आधार अलग है. तो आप इनको सबको कैसे आप एक कानून में बांध सकते हो? भारत संविधान के खिलाफ है ये. കോൺഗ്രസ് അവരുടെ പ്രീണന രാഷ്ട്രീയവും വോട്ട് ബാങ്ക് താൽപര്യവും മുൻനിർത്തിയാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിർദ്ദിഷ്ട ബില്ല് മുസ്ലിം വിഭാഗത്തിന് എതിരാണെന്ന പ്രചാരണം നടത്തുന്നത്. എന്നാൽ BJP ആകട്ടെ തങ്ങൾ കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി.